ആളുകളുടെ അനുഭവ യാഥാർത്ഥ്യങ്ങൾ പോലും പ്രതിച്ഛായ ഭീതിയിൽ അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. ഹൃദയാഘാതമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട രോഗി മതിയായ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട സംഭവം ഒന്നാം നമ്പർ കേരളത്തിനേറ്റ കനത്ത പ്രഹരമാണ്. നമ്പർ 1 ആരോഗ്യ കേരളമെന്ന് കോടികൾ മുടക്കി പരസ്യം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും സംവിധാനവും മനോഭാവവും മാറണമെന്നുമുള്ള പാഠമാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ ആവർത്തിച്ചുള്ള ചികിത്സാ പിഴവ് വ്യക്തമാക്കുന്നത്. കൊല്ലം സ്വദേശി മോട്ടോ ഡ്രൈവറുമായ കെ വേണുവിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നേരിടേണ്ടി വന്ന ദുർവിധി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം നാടിനെ ആകെ വേദനിപ്പിച്ചു. മരണത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞെട്ടിച്ചു. തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണമെന്ന് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇത്തരത്തിലൊരു രോഗിക്ക് പറയേണ്ടി വരികയും പിന്നാലെ മരണപ്പെടുകയും ചെയ്ത സംഭവം സിനിമയിലേതല്ല. തനിക്ക് നേരിട്ട അവഗണനയും നിഷേധിക്കപ്പെട്ട ചികിത്സയുമാണ് വേണു സുഹൃത്തിനോട് തുറന്നു പറഞ്ഞത്. നായ്ക്കുള്ള പരിഗണന പോലും ലഭിച്ചില്ലെന്നും ഇവിടെയെല്ലാം കൈക്കൂലി മാത്രമാണെന്നും അദ്ദേഹത്തിന് അനുഭവമുണ്ടായി. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി പോകുന്ന ഭൂരിപക്ഷത്തിനും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്ഭുതമായി തോന്നാനിടയില്ല. ചികിത്സ നിഷേധിക്കൽ തുറന്നു പറയാൻ കഴിയാതെ മരിച്ചുപോയവർക്ക് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തുറന്നുപറച്ചിലായി അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗൗരവത്തോടെ കാണണം. എങ്കിൽ മാത്രമേ ആരോഗ്യരംഗത്തിന് മതിയായ ചികിത്സ ഉറപ്പാക്കാനാകൂ. മെഡിക്കൽ കോളേജിൽ നൽകാവുന്ന ഏറ്റവും നല്ല ചികിത്സാ പ്രോട്ടോകോൾ അനുസരിച്ച് രോഗിക്ക് നൽകിയെന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി മാത്യു ഐപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന പ്രോട്ടോകോളല്ല മെഡിക്കൽ കോളേജിലേതെന്ന് വ്യക്തമാക്കപ്പെടുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ഉപകരണങ്ങളുടെ ക്ഷാമവും വീഴ്ചകളും വകുപ്പ് മേധാവി ഡോക്ടർ CH ഹാരിസ് അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ആളുകളുടെ അനുഭവ യാഥാർത്ഥ്യങ്ങൾ പോലും പ്രതിച്ഛായ ഭീതിയിൽ അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഡോക്ടർമാരുടെ കുറവ് മുതൽ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത വരെ സത്യമായ കാര്യമാണ്. കുറവുകൾ പരിഹരിക്കുകയും സമീപന മാറ്റത്തിന് കർശന നടപടികൾ സ്വീകരിക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത്. തന്റെ രോഗാതുരമായ ഹൃദയം നിശ്ചലമാകുന്നതിന് മുൻപേ വേണു പറഞ്ഞ വാക്കുകൾ ഉൾക്കൊണ്ടുള്ള തിരുത്തലിന് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് കഴിയണം. കേരള പ്രണാമം എഡിറ്റോറിയൽ ചിന്താശകലങ്ങൾ.